Hello students, welcome to GST part 15. Invoicing under GST. Invoice. An invoice is a document that a business or seller send to a buyer. It lists the product and services that the business has provided to the client. When an invoice is sent to a customer, it acts as an official request for payment for these products and services. സെല്ലർ ബയർക്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. സെല്ലർ ബയർക്ക് സപ്ലൈ ചെയ്ത പ്രൊഡക്റ്റുകളുടെയും സർവീസുകളുടെയും ഡീറ്റെയിൽസ് ആണ് ഇൻവോയ്സിൽ വരുന്നത്. സപ്ലയർ ഒരു ഇൻവോയ്സ് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട പേയ്മെൻറ്റിനുള്ള ഒരു ഒഫീഷ്യൽ റിക്വസ്റ്റ് ആണ് കൊടുക്കുന്നത്. Invoices under GST. Different types of invoices under GST are GST invoice, bill of supply, debit and credit notes, vouchers. GST-യിലുള്ള ഇൻവോയ്സുകൾ 4 types of invoice ഉണ്ട്. First one GST invoice, second one bill of supply, third one debit and credit note, fourth one vouchers. First one GST invoice or tax invoice. A tax invoice is generally issued to charge tax and pass on the input tax credit. ടാക്സ് ഇൻവോയ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഇൻവോയ്സിൽ ടാക്സ് ചാർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക വഴി ആ ഇൻവോയ്സിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ടാക്സ്, ഇൻപുട്ട് ടാക്സ് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സെല്ലർ ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബയർക്ക് ആ ബില്ലിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സിന്മേൽ ക്രെഡിറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇറ്റ് ഈസ് ആൻ ഇൻവോയ്സ് ഷോയിങ് ദ ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി, വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആൻഡ് ടാക്സ് ചാർജ്ഡ് എലോങ് വിത്ത് ദ ഡീറ്റെയിൽസ് ഓഫ് സപ്ലയർ ആൻഡ് റിസിപ്പിയൻറ്റ്. ഇൻവോയ്സിൽ മെയിനായിട്ട് കാണുന്നത് ഇഷ്യൂ ചെയ്ത ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്ത സർവീസിൻ്റെ ഡീറ്റെയിൽസ്, ക്വാണ്ടിറ്റി, ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ വാല്യൂ, ടാക്സ് ചാർജ് ചെയ്ത ടാക്സ് എത്രയാണ്, എത്ര പെർസെൻ്റ് ടാക്സ് ആണ്, സപ്ലൈയുടെയും റിസിപ്പിയൻറ്റിൻ്റെയും ഡീറ്റെയിൽസ് ഇവയൊക്കെയാണ്. എ പേഴ്സൺ ഹു ഈസ് രജിസ്റ്റേർഡ് അണ്ടർ GST supplying goods or services need to issue a tax invoice. GST-യിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു രജിസ്റ്റേർഡ് സപ്ലയർ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. എനി രജിസ്റ്റേർഡ് പേഴ്സൺ ബൈയിങ് ഗുഡ്സ് ഓർ സർവീസസ് from an unregistered person need to issue a payment voucher as well as a tax invoice. GST-യിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്മാൻ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ്
ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ടാക്സ് ഇൻവോയ്സും പേയ്മെൻറ്റ് വൗച്ചറും ഇഷ്യൂ ചെയ്തിരിക്കണം. ഇവിടെ സപ്ലയർ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആയതുകൊണ്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള റെസിപ്പിയൻ്റ് ആണ് ടാക്സ് ഇൻവോയ്സും പേയ്മെൻറ്റ് വൗച്ചറും ഇഷ്യൂ ചെയ്യേണ്ടത്. ടൈം ലിമിറ്റ് ടു ഇഷ്യൂ GST ഇൻവോയ്സ്. GST ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതിന് ടൈം ലിമിറ്റ് ഉണ്ട്. In the case of goods, on or before the goods are removed for supply, where supply involves movement. മൂവ് ചെയ്യാവുന്ന ഗുഡ്സ് ഒക്കെ ആണെങ്കിൽ സപ്ലൈയുടെ ഭാഗമായിട്ട് ഗുഡ്സ് എപ്പോഴാണോ സപ്ലൈയുടെ പ്രിമീസസിൽ നിന്ന് മൂവ് ചെയ്യുന്നത് അതിന് മുമ്പായിട്ട്, ഒന്നെങ്കിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഓൺ ഓർ ബിഫോർ ദ ടൈം വെൻ ഡെലിവറി ഈസ് റിസീവ്ഡ് ബൈ ദ റെസിപ്പിയൻറ്റ് വെയർ നോ മൂവ്മെൻറ്റ് ഈസ് ഇൻവോൾവ്. എന്നാൽ മൂവ്മെൻറ്റ് ആപ്ലിക്കബിൾ അല്ലാത്ത കേസിൽ എപ്പോഴാണോ റെസിപ്പിയൻറ്റിന് ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെലിവറി ചെയ്ത ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് ആ റിസീവ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഇൻ കേസ് ഓഫ് സർവീസസ്, ഇൻവോയ്സ് ഹാസ് ടു ബി ഇഷ്യൂഡ് within 30 days and 45 days in case of banks and NBFCs. Banks, non-banking financial institutions ഇവരൊക്കെ ആണെങ്കിൽ 45 ഡേയ്സിനുള്ളിൽ സർവീസ് പ്രൊവൈഡ് ചെയ്ത് 45 ഡേയ്സിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. എന്നാൽ നോർമൽ സർവീസിൻ്റെ കേസിൽ സാധാരണ രീതിയിൽ ഒരു സർവീസ് പ്രൊവൈഡർ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 30 ഡേയ്സിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ബാങ്കിനും നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ ആണെങ്കിൽ 45 ഡേയ്സിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. കണ്ടന്റ് ഓഫ് ആൻ ഇൻവോയ്സ്: നെയിം, അഡ്രസ് ആൻഡ് GST of supplier, a consecutive serial number, date of issue of invoice, name, address and GST of recipient is registered, name, address of recipient, address of delivery, name of state and state code if the recipient is unregistered and the value of supply is ₹50,000 or more, HSN or SAC, description and quantity of goods and services supplied, total value of goods or services supplied, taxable value of supply after adjusting discount or abatement if any, rate and amount of tax charged, place of supply along with the name of state in case of interstate supply, address of delivery if the place of supply and place of delivery is different, whether the tax is payable on reverse charge basis, signature or digital signature of the supplier or his authorized representative. എന്തൊക്കെയാണ് ഇൻവോയ്സിലെ GST ഇൻവോയ്സിലെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്സ് എന്ന് നോക്കാം. സപ്ലയറുടെ നെയിം, അഡ്രസ്സ്, GST രജിസ്ട്രേഷൻ നമ്പർ ഇവയുണ്ടായിരിക്കണം. ബില്ലിന് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള സീരിയൽ നമ്പർ ഉണ്ടായിരിക്കണം. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഉണ്ടായിരിക്കണം. റെസിപ്പിയൻ്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ റെസിപ്പിയൻറ്റിൻ്റെ നെയിമും അഡ്രസ്സും GST രജിസ്ട്രേഷൻ നമ്പറും ഉണ്ടായിരിക്കണം. റെസിപ്പിയൻ്റ് അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്,
വാല്യൂ ഓഫ് സപ്ലൈ 50,000-ൽ കൂടുതലുമാണെങ്കിൽ റെസിപ്പിയന്റിന്റെ നെയിം, അഡ്രസ് ഓഫ് ഡെലിവറി, സ്റ്റേറ്റ് കോഡ് ഇവയൊക്കെ ഇൻവോയ്സിൽ ഉണ്ടായിരിക്കണം. ഗുഡ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ HSN കോഡ് ഉണ്ടായിരിക്കണം. സർവീസ് പ്രൊവൈഡ് ചെയ്തതിൻ്റെ ഇൻവോയ്സ് ആണെങ്കിൽ SAC ഉണ്ടായിരിക്കണം. ഡിസ്ക്രിപ്ഷൻ ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈഡ്. സപ്ലൈ ചെയ്ത ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ക്വാണ്ടിറ്റിയും ഡിസ്ക്രിപ്ഷനും ഉണ്ടായിരിക്കണം. ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്തതിൻ്റെ ടോട്ടൽ വാല്യൂ എത്രയാണെന്ന് സ്പെസിഫൈ ചെയ്തിരിക്കണം. ഡിസ്കൗണ്ട് അബേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള വാല്യൂ എത്രയാണെന്നുള്ളത് കൊടുത്തിരിക്കണം. ടാക്സ് റേറ്റും ടാക്സ് എമൗണ്ടും എത്രയാണെന്നുള്ളത് ബില്ലിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈയുടെ കൂടെ സ്റ്റേറ്റിൻ്റെ പേരും മെൻഷൻ ചെയ്തിരിക്കണം. റെസിപ്പിയന്റിന്റെ രജിസ്റ്റേർഡ് പ്ലേസും ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന പ്ലേസും ഡിഫറൻ്റ് ആണെങ്കിൽ അഡ്രസ് ഓഫ് ഡെലിവറി ഉണ്ടായിരിക്കണം. ടാക്സ് റിവേഴ്സ് ചാർജിൻ അടിസ്ഥാനത്തിൽ പേയ്മെൻറ്റ് നടത്തുന്നതാണെങ്കിൽ അത് മെൻഷൻ ചെയ്തിരിക്കണം. റിവേഴ്സ് ചാർജ് മെക്കാനിസം അനുസരിച്ച് ടാക്സ് പേ ചെയ്യുന്ന കേസാണെങ്കിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കണം. സപ്ലയറുടെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെയോ സിഗ്നേച്ചറോ ഡിജിറ്റൽ സിഗ്നേച്ചറോ ഉണ്ടായിരിക്കണം. നമ്പർ ഓഫ് കോപ്പീസ് ഓഫ് ഇൻവോയ്സസ് ടു ബി ഇഷ്യൂഡ്. In case of supply of goods, invoice shall be prepared in triplicate. Original copy marked as original for recipient. Duplicate copy marked as duplicate for transporter. Triplicate copy marked as triplicate for consignor. ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് റിസീവ് ചെയ്യുന്ന റിസീവർക്കുള്ളതാണ് ഒറിജിനൽ കോപ്പി. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ട്രാൻസ്പോർട്ടർക്ക് കൊടുക്കേണ്ടതാണ്. ട്രിപ്ലിക്കേറ്റ് കോപ്പി കൺസൈനറുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. ഇൻ കേസ് ഓഫ് സർവീസസ്, ഇൻവോയ്സ് ഷാൽ ബി പ്രിപ്പയർഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ്. ഒറിജിനൽ കോപ്പി മാർക്ക്ഡ് as ഒറിജിനൽ ഫോർ റെസിപ്പിയന്റ്. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി മാർക്ക്ഡ് as ഡ്യൂപ്ലിക്കേറ്റ് ഫോർ സപ്ലയർ. സർവീസിൻ്റെ കേസിൽ 2 കോപ്പിയാണ് ഉള്ളത്. ഒറിജിനൽ കോപ്പി റിസിപ്പിയന്റിന് ഇഷ്യൂ ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി സർവീസ് പ്രൊവൈഡർ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. The serial number of invoices issued during a tax period shall be furnished in form GSTR 1. GSTR 1 എന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് സെയിൽസ് ആണ്. ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യുന്ന, സെയിൽ ചെയ്യുന്ന രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് GSTR 1 ഫയൽ ചെയ്യേണ്ടത്. GSTR 1 എന്ന ഫോം ഫയൽ ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ടാക്സ് പീരീഡിൽ ഇഷ്യൂ ചെയ്ത എല്ലാ ഇൻവോയ്സിൻ്റെയും സീരിയൽ നമ്പർ ഈ റിട്ടേണിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. Thank you for watching this video.